എപ്പോഴും ഇൻവിസിബിൾ നെക്ലേസ് അല്ലേ ഉണ്ടാക്കാറ്. ഇന്ന് നമുക്ക് ഇൻവിസിബിളിൻ്റെ ഒരു പാദസരവും അതുപോലെ തന്നെ ഒരു ബ്രേസ്ലെറ്റും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പാദസരം ആദ്യം ഉണ്ടാക്കാം കേട്ടോ. അതിനെന്തൊക്കെയാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് കളറുള്ള ക്രിസ്റ്റൽ ബീഡ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ഗോൾഡൻ്റെ ഒരു ബീഡും കൂടി എടുത്തിട്ടുണ്ട്. ഇതും നമ്മുടെ ക്രിസ്റ്റൽ ബീഡിൻ്റെ പോലെ തന്നെയാണ്, കളറൊന്നും പോണതല്ല കേട്ടോ. പിന്നെ നമ്മുടെ ഗിയർ ലോക്ക്, പിന്നെ സൈഡ് റിങ്, പിന്നെ സൈക്കിൾ ലോക്ക്. ഇതാണ് കേട്ടോ പാദസരത്തിന് കൊടുക്കണത്. അപ്പോൾ ഇനി നമുക്കത് ഉണ്ടാക്കാം. ചെറിയൊരു മോൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. അപ്പോൾ അതിന് അധികം നീളം ആവശ്യമില്ല. അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഗിയർ ലോക്ക് 2 എണ്ണം കോർത്ത് കൊടുക്കാം. അതിനുശേഷം സൈഡ് റിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. സൈഡ് റിങ് മാറ്റിയിട്ട് നമുക്ക് 2 ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെയും ഗിയർ വയർ കടത്തി കൊടുക്കാം. ഇത് പ്രസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബീഡ് കുറക്കാം. അതിന് മുന്നേ ആദ്യം തന്നെ ഗിയർ ലോക്ക് കോർത്തിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ ഗിയർ ലോക്ക് പ്രസ് ചെയ്തിട്ട് ലോക്കാക്കാം കേട്ടോ. 1 ഇഞ്ച് അളന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ അവിടെ വെച്ചിട്ടാണ് ഞാനത് ലോക്ക് ചെയ്യണത്. ഇതിലും കൂടുതലായിട്ട് നമ്മൾ ഗ്യാപ്പ് വരുമ്പോൾ ചെറിയ കുട്ടിക്കല്ലേ, ചെറിയ ഒരു പാദസരല്ലേ, അപ്പോൾ അത് ഭംഗിയായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് 1 ഇഞ്ച് അളന്നിട്ട് ഞാൻ എടുത്തുള്ളത് കേട്ടോ. ഇനി ബ്ലാക്ക് കളറുള്ള ബീഡ് കൊടുത്തു. പിന്നെ ഗോൾഡൻ്റെ കുറക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലാക്ക്, പിന്നെ ഗിയർ ലോക്ക് ഇടുക. ഇങ്ങനെയാണ് കേട്ടോ അത് കൊടുക്കണത്. ഇനി നമുക്ക് ഗിയർ ലോക്ക് പ്രസ് ചെയ്തിട്ട് ലോക്കാക്കാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുക്കണത്. ഇനി ഇവിടുന്ന് 1 ഇഞ്ച് അളന്ന് നീക്കിയിട്ടാണ് അടുത്ത ഗിയർ ലോക്ക് ഇട്ടിട്ട് നമ്മൾ പ്രസ് ചെയ്ത് ലോക്കാക്കണത് കേട്ടോ. അപ്പം നമ്മൾ അത് കറക്റ്റാക്കി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഗിയർ ലോക്ക് കോർത്ത് കൊടുത്തിട്ട് പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വീണ്ടും നമുക്ക് ബ്ലാക്ക് കളറുള്ള ബീഡും കോർക്കാം. അത് കഴിഞ്ഞ് ഗോൾഡൻ്റെ, പിന്നെ വീണ്ടും ബ്ലാക്ക്, പിന്നെ ഗിയർ ലോക്ക്. ഇനി നമുക്ക് ഗിയർ ലോക്ക് പ്രസ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇനി ഇത് ഒരു 2 തവണയും കൂടിയും നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് അളവാകും. അപ്പോൾ ഇതേപോലെ ചെയ്യാം കേട്ടോ. 1 ഇഞ്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ബീഡ് കോർത്ത് അങ്ങനെ 2 തവണയും കൂടിയും ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കംപ്ലീറ്റ് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ അളവ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാം. 2 ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ സൈക്കിൾ ലോക്കാണ് കേട്ടോ കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഗിയർ ലോക്കിൻ്റെ 2 ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി ഇത് കോർത്തിട്ട് നമുക്കിത്
പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ പാദസരം ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ മറ്റതും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ മോൾക്കായ കാരണമാണ് ഇത്ര ചെറിയ അളവ് വന്നുള്ളത്. വലിയ ആൾക്കാർക്കൊക്കെയാണ് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയും, ഞാൻ പറഞ്ഞില്ല 1 ഇഞ്ച് എന്നുള്ളത്, അതൊന്നും കൂടി കൂട്ടിയിട്ടൊക്കെ കൊടുക്കാം. ഇത് ചെറിയ മോൾക്കിനാവുമ്പോൾ ഇങ്ങനെയാണ് അതിന് ഭംഗി കിട്ടണത് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ബ്രേസ്ലെറ്റും ചെയ്യണത്. അപ്പം ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, ഇതേപോലെ തന്നെയാണ് അതും ചെയ്യണത്. കണ്ടില്ലേ, അത് ഇത്രയാണ് അതിന് വരണത്. പിന്നെ ഇതിലെന്താ ചെയ്ത് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും സൈഡ് റിങ് കൊടുത്തിട്ട് ഇങ്ങനെ എസ് ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ബാക്കിയൊക്കെ നമ്മൾ പാദസരം ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൈമ കിടക്കുമ്പോഴുള്ള ഒരു ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ഇൻവിസിബിളിൻ്റെ പാദസരും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് കളറ് ബീഡ്സ് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.